നേരത്തെ തന്നെ അവിടുത്തെ ആളുകളുടെ പ്രതികരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയായല്ലോ, അക്കാര്യം ബോധ്യപ്പെട്ടല്ലോ, ഇപ്പോഴെങ്കിലും അക്കാര്യത്തിൽ നടപടി ഉണ്ടായല്ലോ, അത് ആശ്വാസകരമാണ് എന്ന പ്രതികരണമാണ് പൊതുവിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇനിയുള്ള തുടർ നടപടി എങ്ങനെയാകും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുന്നുണ്ടോ NHAI ഉൾപ്പെടെ? നിലവിൽ നാട്ടുകാർക്ക് വേണ്ടത് അത്തരത്തിലൊരു ഉറപ്പ് തന്നെയാണ്. അത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നതും. ഈ തീരുമാനത്തിലൊരു തൃപ്തി അവർക്കുണ്ട്. കാരണം അവർ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഈ ആദ്യ ദിനം NHAI വന്നിട്ട് പറഞ്ഞത് എന്താണ്, ഇത്തരത്തിൽ വിദഗ്ധ സംഘം വന്നിട്ട് പറഞ്ഞത് എന്താണ്, അത്തരത്തിൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ല, നിലവിലുണ്ടായ ഒരു ശാസ്ത്രീയ പ്രശ്നം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. പക്ഷേ അത് NHAIക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആണ് ഈ KNR കമ്പനിയെ ഡീബാർ ചെയ്യുന്നതിലൂടെ തന്നെ മനസ്സിലാകുന്നത്. നാട്ടുകാർ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഈ കാര്യങ്ങളിലേക്കൊന്ന് പറഞ്ഞു. എംബാങ്ക്മെന്റ് എന്ന് പറയുന്ന ഈ നാട്ടുകാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. എംബാങ്ക്മെന്റ് എന്ന് പറയുന്ന ഇത്തരം ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഈ മണ്ണ് പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വ്യത്യസ്ത തരം സ്വഭാവമുള്ള മണ്ണാണെങ്കിൽ അത് യോജിക്കുകയില്ല. അങ്ങനെയുള്ള പലതരം കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള മെറ്റീരിയൽ സ്വഭാവങ്ങൾ ഉൾപ്പെടെ കുറേ ദിവസമായി കാണുന്ന ദൃശ്യമാണെങ്കിലും പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഇത് മണ്ണിട്ട് ഉയർത്തിയതാണോ? ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിച്ച് അതൊന്ന് വിവരിക്കാം. ഇത് മണ്ണിട്ട് ഉയർത്തിയതാണോ അതോ മലയിടിച്ച് താഴ്ത്തിയതാണോ? എങ്ങനെയാണ് അവിടുത്തെ ആ നിർമ്മാണം? ഇത് എത്ര ഉയരത്തിലാണ്? കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ മുകളിലൂടെ അല്ലേ ഇത്രയും അധികം വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകേണ്ടത്? ഇതിനൊക്കെ ഉറപ്പുണ്ടോ എന്ന പേടി അല്ലെങ്കിലും തോന്നും. ഇപ്പോൾ ഇടിഞ്ഞു വീണതോടുകൂടി ആ പേടി ഇരട്ടിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചൊന്നതിനെ വിവരിക്കാമോ, എങ്ങനെയാണ് ഈ നിർമ്മാണമെന്ന്? അതെ രതീഷ്, അതിലേക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഈ കാണുന്ന ഈ കല്ലുകൾ അട്ടിയായി ഉയർത്തുന്ന ഇതാണ് ഈ ജർമ്മൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ നെറ്റ് സംവിധാനമാണ് വരുന്നത്. ഈ മണ്ണുകൾ പാളിയായി ഈ നെറ്റിന് മുകളിലായി കല്ലുകൾ ചേർത്ത് വെച്ചുള്ള ഒരു രീതിയാണ്. ഇത് അത്യാധുനിക രീതി എന്ന ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിച്ചത്. അതാണ് നേരത്തെ തന്നെ നാട്ടുകാർ വിശദീകരിച്ചത്. ഇത്തരത്തിൽ ആ ജർമ്മൻ നെറ്റുകളുടെയൊക്കെ ആ ശോചനീയ അവസ്ഥയുണ്ട്, അത് ഉൾപ്പെടെ തകർന്ന നിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ മണ്ണ് ഇതിനോട് യോജിച്ച് ചേരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ എംബാങ്ക്മെന്റിനെ പാളിച്ച പറ്റാൻ വേണ്ടി പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് പറഞ്ഞു പോവുകയാണ്. ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ രീതിയാവാം ഒന്നാമത്തെ കാരണം. അപ്പോൾ ഈ മെറ്റീരിയൽ തകരാറുകൾ സംഭവിക്കാം. ഈ ഉയർന്ന ലിക്വിഡ് ലിമിറ്റ്, അതായത് ഈ കുറഞ്ഞ ബന്ധന ശക്തി ഒരു കാരണമാകാം. ഒപ്പം തന്നെ പരിസ്ഥിതി പ്രഭാവം, മഴ, അത് ഈ മോശം ഡ്രെയിനേജ് കൊണ്ട് ഈ മോശം ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ പാളിച്ചകൾ ഉൾപ്പെടെ വരാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത്. ഒന്ന് മണ്ണിലെ പാളിച്ച, ഒപ്പം തന്നെ ഈ കെട്ടിപ്പൊക്കിയ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ അപാകതകൾ, ഒപ്പം തന്നെ ഈ മഴയുടെ അതാണ് ഇത് കൃത്യമായി തന്നെ ഇതിനെ ബാധിച്ചത്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ രീതിയല്ല എന്നതിന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി തന്നെ വരാനുള്ള കാരണം അത് തന്നെയാണ്. ഈ കൃത്യമായ പരിശോധനയെ ഒന്നും നടത്താതെ തന്നെയുള്ള ഒരു നിർമ്മാണ രീതിയെ അശാസ്ത്രീയം എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന തരത്തിലാണ് ഒരു ഉദാഹരണമായി തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ദേശീയപാത എന്നൊരു സ്വപ്നമാണ്, അതിന് ആരും തടസ്സമല്ല. പക്ഷേ അവിടെ നമുക്ക് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലൊരു ഘട്ടം എത്തിയിരിക്കുന്നു. ദേശീയപാത വേണം, ശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാതയുടെയൊക്കെ നിർമ്മാണം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കൊങ്കൺ എന്ന ഒരിക്കലും ഗതാഗത യോഗ്യമാകില്ല, ട്രെയിൻ ഗതാഗതം സാധ്യമല്ല എന്ന് വിചാരിച്ച ഇടത്തുകൂടി നമ്മൾ പാലങ്ങളും കനാലുകളും തുരങ്കങ്ങളും ഉണ്ടാക്കി ട്രെയിനെ മറുഭാഗത്തേക്ക് എത്തിക്കുകയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്കുള്ള യാത്രാദൂരം ഏറെക്കുറെ പകുതിയായി കുറഞ്ഞത് കൊങ്കൺ റെയിൽവേയുടെ വരവ് കൊണ്ടാണ്. അത്തരത്തിൽ നിർമ്മാണം സാധ്യമല്ലാത്തിടത്ത് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കൊണ്ട് നിർമ്മാണം സാധ്യമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇത്രയും കോടി മുടക്കി നിർമ്മിക്കുന്ന ഒരു പാത. അത് ആദ്യത്തെ മഴയല്ലേ, പൊളിഞ്ഞു പോകും എന്ന ന്യായവാദമൊക്കെ ഉന്നയിക്കുന്നത്. ഏതായാലും നടപടി ഉണ്ടാകുന്നു, കൂടുതൽ നടപടിയും അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.